നമസ്കാരം. എന്നെ കേൾക്കണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് എഴുതണമെന്ന് അതിജീവിത കോടതി പറഞ്ഞു. അപ്പോൾ ഹണിയം വർഗീസ് എന്ന് പറഞ്ഞ പാവം മാന്യായി ജഡ്ജി ചോദിച്ചു എന്ന്, ഞാൻ നിന്റെ സ്റ്റെനോയല്ല, നീ പറയുന്നത് എല്ലാം എഴുതാനെന്ന് അവർ മറുപടി പറഞ്ഞത്രേ. ബഹുമാനപ്പെട്ട കോടതി ഒരിക്കലും ഒരാളോടും ഇങ്ങനെ സംസാരിക്കില്ല എന്നത് സത്യം. ഞാൻ കോടതിയിൽ ഇപ്പോൾ പതിവായിട്ട് പോകുന്ന ആളാണല്ലോ, പോക്സോ കോടതി അടക്കം. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ പല പല ജഡ്ജിമാരെ പല കോടതിയിൽ കാണുന്നു. ഇങ്ങനെ ഒരു ആരോപണം അതിജീവിതയ്ക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ട്രാൻസ്ഫർ പെറ്റീഷൻ പോലും അങ്ങനെ ഒരു ആരോപണം, ആ പെറ്റീഷനിൽ പോലും ഇങ്ങനെയുള്ള ഒരു ആരോപണം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഈ ഭവതി എവിടുന്നാകും? ഈ യൂട്യൂബ് നടത്തുന്ന പഴയ ചാനലിലെ, ചത്തുയ ചാനലിലെ തൊഴിലാളി എവിടുന്നാണ് അവർക്ക് ഈ വാർത്ത കിട്ടിയെന്ന് പറയണ്ടേ? നിങ്ങൾ 1711 പേജ് എടുത്ത് നോക്കൂ. ഈ പറയുന്ന അതിജീവിത പറഞ്ഞതോ ജഡ്ജി മറുപടി പറഞ്ഞതോ അതിലില്ല. ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണം, അതെൻ്റെ ഭാവിയാണ് എന്ന് അതിജീവിത പറയുന്നു. അപ്പം ജഡ്ജി പറയാണ്, ആ ആവശ്യം ഞാൻ നിരസിച്ചിരിക്കുന്നു എന്ന്. ആ കോടതിയിൽ ഉണ്ടായിരുന്നവരും ഈ പറയുന്ന 1711 പേജിലും അതില്ല, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഹാഷ് വാല്യൂ മാറ്റത്തിൽ അന്വേഷണം വേണോ, അതെൻ്റെ ഭാവിയാണ്, അത് നിരസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിരസിച്ചു. ഇല്ലീഗൽ ആക്സസിൽ അന്വേഷണം നടത്തി എൻ്റെ സ്വകാര്യത സംരക്ഷിക്കണം എന്ന് പെൺകുട്ടി പറഞ്ഞു. അവർ നിരസിച്ചു എന്ന് പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവമേ ആ കോടതിയിൽ നടന്നിട്ടില്ല, ആ കുട്ടി പറഞ്ഞിട്ടുമില്ല. അന്വേഷണ റിപ്പോർട്ടിൻ്റെ പകർപ്പ്, മൊഴിപ്പകർപ്പ് എനിക്ക് വേണം എന്ന് അവർ പറഞ്ഞപ്പോഴും ഹണിയം വർഗീസ് നിരസിച്ചു, തരില്ല എന്ന് പറഞ്ഞു. അതെന്താന്ന് വെച്ചാൽ, നിരസിച്ചു എന്ന് പറഞ്ഞാൽ കോടതി അവർക്ക് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ല, ഹൈക്കോടതി പറഞ്ഞിരുന്നില്ല അതിൻ്റെ പകർപ്പ് ആര് ചോദിച്ചാലും കൊടുക്കാമെന്ന്. ഹൈക്കോടതി പറയാത്തതുകൊണ്ടാണ് അത് കൊടുക്കാത്തത്. അന്വേഷണം നടത്തണം എന്ന് മാത്രമേ ഹൈക്കോടതി പറഞ്ഞിരുന്നുള്ളൂ. അത് കോൺഫിഡൻഷ്യലായ ഒരു കാര്യമാണ്. അത് കൊടുക്കണമെന്ന് ഹൈക്കോടതി പറയാതെ കൊടുക്കാൻ കഴിയില്ല ജില്ലാ കോടതിക്ക്. അക്കാര്യം ജഡ്ജി അറിയിച്ചു. അതിജീവിത ഇക്കാര്യത്തിനായി ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുത്തു. കെ ബാബു എന്ന് പറഞ്ഞ ജഡ്ജായിരുന്നു ഹൈക്കോടതിയിൽ ഈ കേസ് കേട്ടത്. കോപ്പി അവർക്ക് കൊടുത്തോളാൻ അദ്ദേഹം ഉത്തരവിട്ടു. അവർക്ക് കോപ്പി കൊടുക്കുകയും ചെയ്തു. അടുത്തത്, ജാമ്യ വ്യവസ്ഥ ദിലീപ് ലംഘിച്ചു, ജാമ്യം റദ്ദ് ചെയ്യണം എന്ന് കോടതിയിൽ പറഞ്ഞു. അപേക്ഷ തള്ളി. അത് തള്ളാൻ കാര്യം ഈ പറഞ്ഞ 1711 പേജിലുണ്ട്. ജാമ്യ വ്യവസ്ഥ ഒരു ഘട്ടത്തിലും ദിലീപ് ലംഘിച്ചിട്ടില്ല. ജാമ്യം റദ്ദാക്കണം, സാക്ഷിയെ സ്വാധീനിച്ചു എന്നൊക്കെ പ്രോസിക്യൂഷൻ കയറി പറഞ്ഞാൽ ആ നടി ഇത്തരം ഒരു ആവശ്യം ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതൊന്നും നടിയല്ല പറയുന്നത്, നടിയുടെ പറ്റിൽ കണ്ടവന്മാരാണ് പറയണത്. അപ്പോൾ ജാമ്യം റദ്ദാക്കണം, സാക്ഷിയെ സ്വാധീനിച്ചു എന്നൊക്കെ പ്രോസിക്യൂഷൻ കയറി പറഞ്ഞാൽ ആ പറയുന്നതിനൊന്നും കഴമ്പില്ല എന്ന് കോടതി പറഞ്ഞു. ഇവിടെ സാക്ഷികളായ ഒരാൾക്കും ഇത്തരം ഒരു പരാതിയും ഇല്ല. കാരണം ഈ അതിജീവിതയ്ക്ക് പോലും പരാതിയില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് ഒരാൾ പറയണ്ടേ? മെറ്റീരിയലൊന്നും ഇല്ല. അങ്ങനെയാണ് കോടതി തള്ളിയത്. ഇക്കാര്യം പറഞ്ഞ് ഇവരാരും ഹൈക്കോടതിയിൽ പോയതുമില്ല. ആരും പോയില്ല. പബ്ലിക് പ്രോസിക്യൂട്ടറും പോയില്ല, അതിജീവിതയും പോയില്ല. വിചാരണ തുറന്ന കോടതിയിൽ വേണം, സത്യം ജനങ്ങൾ കേൾക്കട്ടെ എന്ന് അതിജീവിത കോടതിയിൽ അപേക്ഷിച്ചു. അതും കോടതി തള്ളിക്കളഞ്ഞു. അത് ഇന്ത്യൻ നിയമത്തിൽ പറയുന്നതാണ്. അങ്ങനെയാണ് എന്ന് വിവരമുള്ള സ്വന്തം വക്കീലോ പ്രോസിക്യൂട്ടറോ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാണ് പ്രശ്നം. ഈ പത്രക്കാരിയും അതൊന്നും അറിയില്ലാന്ന് തോന്നുന്നു. നിയമത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളുടെ വാദം ഇൻ ക്യാമറയിലേ പാടുള്ളൂ എന്ന്. ഒരു പരാതിക്കാരിക്ക് അടച്ചിട്ടതിലാകാം എന്നും ഇനി തുറന്നിട്ടതിലാകാം എന്നും പറയാനാവില്ല. കുറേ ദിവസം അടച്ചിട്ടതിലാവട്ടെ, ഇനി കുറച്ച് ദിവസം തുറന്നിട്ടതിലാവട്ടെ എന്നൊന്നും ഒരു പരാതിക്കാരിക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഏത് കോടതിയായാലും അത് തള്ളിക്കളയും. നിയമത്തിൽ ഇൻ ക്യാമറ ട്രയലുകൾ ഏതിനൊക്കെയാണ് എന്ന് വ്യക്തമായി ഇന്ത്യൻ ജുഡീഷ്യറി പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ വിധി പറഞ്ഞിട്ടും ഈ ചാനൽ പെണ്ണുപിള്ള ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് അവരുടെ ജീവിതം എന്നുള്ളത് ഒരു സത്യമാണ്. ഇവരൊക്കെയാണ് വർത്തമാനകാല പുരോഗമന വനിതകൾ. നിലനിൽപ്പിനായി ഇപ്പോഴും അതിജീവിത പക്ഷക്കാരിയായി എന്ന ലേബലിൽ ജീവിക്കാൻ തള്ളിമറിക്കുന്നതാണ് ഇത്തരം മണ്ടത്തരങ്ങൾ. അവൾക്ക് പിന്തുണ കൊടുക്കാൻ കുറേ മരമാക്രികളുമുണ്ട്.
സത്യസന്ധമായി തൻ്റെ ജോലി ചെയ്യുന്ന ഒരു ന്യായാധിപയാണ് കുഴപ്പക്കാരിയെന്ന് വച്ച് കാച്ചുകയാണ്. കോടതി ലക്ഷ്യമൊന്നും പോടാവില്ലേ, കോടതി ലക്ഷ്യം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും ജഡ്ജി എഴുതിയെടുക്കുന്നില്ല എന്ന് പറയുന്ന പരാതി ജഡ്ജി എഴുതിയിട്ടുണ്ടെന്ന് 1711 പേജിൽ കിടപ്പുണ്ട്. നിങ്ങൾ പറയണമെന്ന് ഇവിടെ എഴുതില്ല, എനിക്കിഷ്ടമുള്ളത് ഞാൻ എഴുതൂ, ഞാൻ നിങ്ങളെ ഫീ ഒന്നും അല്ലാന്ന് ജഡ്ജി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 1711 പേജിൽ ഈ അതിജീവിത പറഞ്ഞത് കൃത്യമായിട്ട് അതിലെഴുതിയിട്ടുണ്ട്. വിസ്തരിച്ച് കഴിഞ്ഞ ശേഷമാണ് അതിജീവിത ഹൈക്കോടതിയിൽ ട്രാൻസ്ഫർ പെറ്റീഷൻ കൊടുത്തത് എന്നതിൽ തന്നെ ഇതൊരു തള്ളാണ് എന്ന് ബോധ്യമാകും. ഭാമയോട് ദിലീപ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഭാമ എന്നോടും പറഞ്ഞു എന്ന അതിജീവിത പറഞ്ഞത് ജഡ്ജ് എഴുതിയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ 1711 പേജിൽ ജഡ്ജ് അത് എഴുതിയിട്ടുണ്ട്. ഇതൊന്നും വായിക്കാതെയാണ് ഈ പത്രക്കാർ തള്ളുന്നത്. ജഡ്ജിയെ മാറ്റണം എന്ന അപേക്ഷ പോലീസാണ് കൊടുപ്പിച്ചത്. അതിൽ പോലും ഈ പറഞ്ഞ പരാതിയില്ല. ഇതും കൂടെ എഴുതാമായിരുന്നു അതിൽ പോലീസിന്, പക്ഷേ പോലീസ് എഴുതിയില്ല. ജഡ്ജിയെ മാറ്റണം എന്ന പരാതിയുമായി ആദ്യം ഹൈക്കോടതിയിൽ പോയത് പരാതിക്കാരിയായ നടിയാണ്. ഹൈക്കോടതി തള്ളി. അപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ സ്റ്റേറ്റിനെ കൊണ്ട്, സംസ്ഥാനത്തെ കൊണ്ട് സുപ്രീം കോടതിയിൽ പരാതി കൊടുത്തു, അവിടെയും തള്ളി. രണ്ടാമത് വീണ്ടും ഇതേ പരാതിയുമായി പരാതിക്കാരിയും സ്റ്റേറ്റും ഹൈക്കോടതിയിൽ പോയി. കേസ് രണ്ടും തള്ളി. ഇത്തവണ പോലീസ് പോകാതെ നടിയെ കൊണ്ട് സുപ്രീം കോടതിയിൽ പോയി. രണ്ടാം തവണയും നടിയുടെ പരാതി സുപ്രീം കോടതി തള്ളി. ഈ സത്യം അറിയാമായിട്ട് ഈ തള്ളി മറക്കൽക്കാരി ദിലീപ് പണമിറക്കി വിധി നേടി എന്നാണ് ഇപ്പോഴും പറയുന്നത്. ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സ്വാധീനിക്കാനാവുന്നത്ര ധനികനായോ ദിലീപ് എന്ന് ഈ നുണ പറയുന്നവർ ചിന്തിക്കുന്നേയില്ല. ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ചിന്തിച്ചാൽ നന്നായി എന്ന് ഞാൻ പറയും. എന്തൊരു നട്ടാക്കുരുക്കത്തെ നുണയാണ് പറയുന്നത് തലച്ചു. ദിലീപ് പൈസ കൊടുത്തിട്ടാണ്, അവൻ്റെ ഇഷ്ടം പോലെ കോടികളില്ലേ, അവൻ ആ കാശ് കൊടുത്തിട്ടാണ് ജില്ലാ കോടതിയിലും സ്വാധീനിച്ചു, ഹൈക്കോടതിയിലും സ്വാധീനിച്ചു, സുപ്രീം കോടതിയിലും സ്വാധീനിച്ചു. രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചിട്ട് മറുപടി പോലും തന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എടാ, മര്യാദയ്ക്ക് സത്യസന്ധമായ ഒരു പേപ്പർ ചെന്നാൽ മറുപടി എവിടെ നിന്നും കിട്ടും. ഇത് തലയിലുദിക്കുന്ന മണ്ടന്മാർ പറഞ്ഞു കൊടുക്കുന്ന ഈ എന്താ പറയുക, വെയിറ്റർ ഹോട്ടലിലിരിക്കുന്ന സ്വാമി, ക്യാഷിലിരിക്കുന്ന സ്വാമിയെങ്കിലും പറഞ്ഞു കൊടുക്കണം. പിന്നെ എങ്ങനെ ഈ കൊച്ചിന് കോടതികളിൽ നിന്നും ന്യായമായ നീതി കിട്ടും? പിന്നെ ഈ ചാനൽ അവതാരകയെ പോലുള്ള വേതാളങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞ് എപ്പിസോഡ് ഉണ്ടാക്കി ഞം അടിക്കാനുള്ള കാശുണ്ടാക്കുന്നതിനിടയിൽ അതൊക്കെ വിശ്വസിക്കുന്ന ഈ അതിജീവിത കൊച്ചിൻ്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം തന്നെ മറ്റേ തള്ള പറയുന്നുണ്ട്, ഞങ്ങൾ കോടതികൾ ഇനിയും ഉണ്ടല്ലോ, ഹൈക്കോടതിയിലേക്ക് പോവാം. ഞാൻ ആ കൊച്ചിനോട് പറയുന്നു, എനിക്കൊരു അനിയത്തിയെ പോലെ സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നു, എൻ്റെ പൊന്നുമോളെ, നീ കേസുകൾ വച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നീ ദിലീപ് ചെയ്യുന്നത് പോലെ നല്ല വക്കീലന്മാരെ ഇറക്കി കളിക്കാൻ നോക്ക്. ഇതുപോലെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ജഡ്ജിമാരെ പൊട്ടത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോയി എന്തിനാണ് നീ, ഞാൻ വിധി കേൾക്കാൻ പോയില്ല എന്ന് അന്തസ്സായിട്ട് പറയാണ്. ഞാൻ അതിജീവിതയുടെ കേസിൻ്റെ വിധി പറയുന്നിടത്ത് പോയില്ല. എന്താ പോകാത്തെന്ന് ഒരു കിഴങ്ങിനും ചോദിക്കുന്നില്ല. തോറ്റു തൊപ്പി നിൻ്റെ മോൻ ഇതാ വരണമെന്ന് ഒടുവിൽ കൃഷ്ണൻ ജ്യോതി പറഞ്ഞ പോലെ തോറ്റ് തൊപ്പിയിട്ട് വരാൻ മടിയുള്ളതുകൊണ്ടായിരിക്കും പോകാത്തത്. അല്ലെങ്കിൽ പോകണ്ടേ വിധി പറയുന്നിടത്ത്? ജഡ്ജി വിധി വായിക്കുമ്പോൾ കേൾക്കാനിരിക്കണ്ടേ? പോയില്ലാന്ന് എവിടെ ഒളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ പൊന്നുമോളെ, എൻ്റെ അനിയത്തി, വെറുതെ കാശ് സമയം കളഞ്ഞ് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കാതെ കോടതി എന്താ പറയുക, ശിക്ഷിക്കേണ്ട, നിന്നോട് കുറ്റം ചെയ്തു എന്ന് തെളിയിച്ച കുറ്റവാളികൾക്ക് കൃത്യമായ ശിക്ഷ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ കാതി കമ്മലിടാത്ത SUC ഒക്കെ നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത്, ഞാൻ ബാധിക്കുന്നതുകൊണ്ട് യുവമാരെ 12, 14 പേരുണ്ടല്ലോ ദിലീപ് അടക്കം, എല്ലാവരെയും തൂക്കിക്കൊല്ലും നട്ടുച്ചയ്ക്ക് എന്ന് പറഞ്ഞിരിക്കാം. അത് ഈ പാവം കുട്ടി വിശ്വസിച്ചിരിക്കാം. അപ്പോൾ ആദ്യം തന്നെ 8 മുതലുള്ള പ്രതിപട്ടിയിലുള്ളവരെ തള്ളി മറിച്ചു. പൊയ്ക്കോ, വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു വിട്ടു. ബാക്കിയുള്ള 6 എണ്ണത്തിനെ 20 വർഷക്കാലം ശിക്ഷിച്ചു. അത് പ്രായം, വീട്ടിലെ അവസ്ഥ, ഇതൊക്കെ കേട്ടിട്ടാണ്. അതൊന്നും പോരാ, നമുക്ക് സുപ്രീം കോടതി പോയി ദിലീപിനെ, മറ്റൊരു 6 പേരാണെങ്കിൽ വെറുതെ വിട്ട് ദിലീപിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം. അതുകൊണ്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വരും. എൻ്റെ പൊന്നനിയത്തി, നീ അതിൽ വീഴരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.